ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 14-ാം അധ്യായത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 3 വ്യത്യസ്ത ദർശനങ്ങൾ. 1 മുതൽ 5 വരെ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദർശനമാണ് 1-ാം ഭാഗം. ഭൂമിയിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിച്ച ദൈവജനം സ്വർഗത്തിൽ കുഞ്ഞാടിനൊപ്പം അത്യാഹ്ലാദത്തോടെ പാട്ടുപാടി ആനന്ദിക്കുന്ന രംഗമാണത്. ഈ ദർശനം ഇവിടെ തന്നെ നൽകിയിരിക്കുന്നതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അധർമ്മമൂർത്തിയുടെ ഭരണത്തിന് കീഴിൽ അവനെയോ അവൻ്റെ പ്രതിമയെയോ നമസ്കരിക്കുവാൻ വിസമ്മതിക്കുന്ന ദൈവജനം പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ദർശനമാണ് ഇതിനു മുമ്പ് അപ്പസ്തോലൻ കണ്ടുകൊണ്ടിരുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ദൈവജനത്തിന് മൃഗത്തിൻ്റെ അല്പകാല പീഡനം കഴിഞ്ഞാൽ ലഭിക്കുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ ഈ ദർശനം അവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകാതിരിക്കില്ല. ഇങ്ങനെ ഒരു ദർശനം 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയിൽ നമ്മൾ കണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 7-ന്റെ 9-10 വാക്യങ്ങളിൽ. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലിയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. 6 മുതൽ 13 വരെ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു ദർശനമാണ് 2-ാം ഭാഗത്തുള്ളത്. അവിടെ 3 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് 3 ദൂതുകൾ അറിയിക്കുന്നു. 3-ാം ഭാഗം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ദർശനമാണ്. അന്ത്യദിനത്തിൽ ഭൂമിയിൽ നടക്കുന്ന 2 വിധ കൊയ്ത്തുകളും ദൈവത്തിൻ്റെ ന്യായവിധിയും ഇതിൽ ഉൾപ്പെടുന്നു. 1-ാം ഭാഗം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. 1-ാം വാക്യം: പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സമുദ്രത്തിൽ നിന്നും കയറിയ മൃഗവും ഭൂമിയിൽ നിന്ന് കയറിയ മൃഗവും ഏകോപിച്ച് സഭയുടെ മേൽ നടത്തുന്ന അതിഭീകരമായ പീഡനങ്ങളും കൊന്നൊടുക്കലുകളും കണ്ടതിന് ശേഷം യോഹന്നാൻ അപ്പസ്തോലൻ മറ്റൊരു ദർശനം കാണുകയാണ്. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ 144,000 പേരും നിൽക്കുന്നു. ഈ 144,000 പേർ ലോകാരംഭം മുതൽ ഭൂമിയിൽ നിന്നും ദൈവം തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിച്ച തൻ്റെ വിശുദ്ധ ജനത്തെ മുഴുവൻ കാണിക്കുന്ന പ്രതീകാത്മക സംഖ്യയാണെന്ന് നാം കണ്ടു. ഈ സിയോൻ മല ഏതാണ്? പഴയ യെരുശലേം നഗരത്തിൽ തെക്കു പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2500 ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശം ജബ്യൂസരുടെ കയ്യിൽ നിന്നും ദാവീദ് പിടിച്ചെടുക്കെ തൻ്റെ അരമന പണി കഴിപ്പിച്ച് തൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിച്ചു. ഇത് ദാവീദിൻ്റെ പട്ടണമെന്നറിയപ്പെട്ടു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് ഭരണം നടത്തിയത് ഇവിടെ ഇരുന്നാണ്. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയുടെ സിംഹാസന സ്ഥലമായ സ്വർഗത്തിന് പിന്നീട് സിയോൻ എന്ന് പേരായി. ഉദാഹരണത്തിന് സങ്കീർത്തനങ്ങൾ 9:11 ഇങ്ങനെ കാണുന്നു: സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. സിയോനിൽ വസിക്കുന്ന യഹോവ, സ്വർഗത്തിൽ വസിക്കുന്ന യഹോവ. സങ്കീർത്തനങ്ങൾ 2:6 എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായി സ്വർഗത്തിൽ വാഴിച്ചിരിക്കുന്നതിനെയാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ അനേക വാക്യങ്ങൾ സങ്കീർത്തനങ്ങളിലും ഇതര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ സഭയെ
ആത്മീയാർത്ഥത്തിൽ സിയോൻ പർവ്വതമെന്നും പുതിയ യെരുശലേം എന്നും വിശേഷിപ്പിക്കുന്നു. എബ്രായർ 12:18-22 വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. സ്വർഗീയ സിയോൻ, ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ, ഇവിടേക്കാണ് ദൈവമക്കളായി നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോസ്തലൻ ഇപ്പോൾ കുഞ്ഞാടിനോടുകൂടി സിയോൻ പർവ്വതത്തിൽ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട ദൈവസഭ ആണെന്നുള്ളതിന് സംശയമില്ല. അവരുടെ പ്രത്യേകത, അവരുടെ ഓരോരുത്തരുടെയും നെറ്റിയിൽ കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്താണ് കാണിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അവർ ഓരോരുത്തരും കുഞ്ഞാടിനും പിതാവിനും സ്വന്തമാണെന്ന്. ഇവരുടെ മേലെ എഴുതിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും ഏതാണ്? വെളിപ്പാട് 3:12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. പിതാവായ ദൈവത്തിൻ്റെ നാമം യഹോവ എന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുഞ്ഞാടിൻ്റെ പുതിയ നാമം അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് വെളിപ്പാട് 19:12 പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 19:12. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജ്യമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആർക്കും അറിഞ്ഞുകൂടാത്ത പുതിയൊരു നാമം നമുക്കും ഉണ്ടാകുമെന്ന് വെളിപ്പാട് 2:17 സഭയ്ക്കുള്ള ദൂത് പഠിച്ചപ്പോൾ നാം കണ്ടു. ദൈവനഗരത്തിൻ്റെ നാമം പുതിയ യെരുശലേം അല്ലെങ്കിൽ സിയോൻ. അവർ സിയോനിൽ നിൽക്കുന്നത് കൊണ്ട് സിയോൻ എന്ന നാമം അവരുടെ നെറ്റിയിൽ കാണുന്നില്ല. 2-ാം വാക്യം. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു കോശം കേട്ടു. ഞാൻ കേട്ട കോശം വൈണികന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. സ്വർഗത്തിലൊരു മഹാകോശം അപ്പോസ്തലൻ കേൾക്കുകയാണ്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ഇടിമുഴക്കം പോലെയും അതിഭയങ്കരമായ ശബ്ദമാണെങ്കിലും വീണാനാദം പോലെ അത് മനോഹരവും മധുരവുമായിരുന്നു. 3-ാം വാക്യം. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ 144,000 പേർ, തേജസ്കരിക്കപ്പെട്ട ദൈവസഭ. ദൈവസിംഹാസനത്തിനും 4 ജീവികൾക്കും 24 മൂപ്പന്മാർക്കും മുമ്പാകെ അത്യാഹ്ലാദത്തോടെ പുതിയൊരു പാട്ട് പാടുകയാണ്. അതെ, അതൊരു പുതിയ പാട്ട് തന്നെയാണ്. ഇതുവരെ ആരും പാടിയിട്ടില്ലാത്ത പാട്ട്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരുന്ന 144 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പാപാന്ധകാരത്തിൽ നിന്ന് നിത്യപ്രകാശത്തിലേക്ക് വന്നവരുടെ അനുഭവഗീതമാണത്. മരണനിഴലിൽ നിന്നും ജീവതേജസ്സിലേക്ക് കടന്നവരുടെ അനുഭവഗീതം. ഇത് ആർക്ക് പഠിക്കാൻ പറ്റും? ഇതാർക്ക് പാടാൻ പറ്റും? കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ 144,000 പേർക്കല്ലാതെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഈ ആനന്ദാനുഭവം മറ്റാർക്കും അനുഭവിക്കാൻ കഴിയുകയില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും. 4-ാം വാക്യം. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദിഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ 144,000 പേർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവർ. കന്യകമാർ, വിവാഹം കഴിക്കാത്ത സ്ത്രീകളെയാണ് പൊതുവിൽ കന്യകമാരെന്ന് നമ്മൾ പറയുന്നത്, ചാരിത്ര ശുദ്ധിയുള്ള സ്ത്രീകൾ. അപ്പോൾ സ്വർഗത്തിൽ തേജസ്കരിക്കപ്പെട്ട ദൈവസഭയിൽ കന്യകമാരായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ.
ഈ വാക്യം NIV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദേ കെപ്റ്റ് ദെംസെൽസ് പ്യൂർ എന്നാണ്. തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചവർ. ഇനി മറ്റൊരു കാര്യം കൂടെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തവരാണെന്നാണ്. വ്യാഖ്യാതാക്കൾ ഇവരോടുള്ള ബന്ധത്തിൽ പല അഭിപ്രായക്കാരാണ്. ഒന്നാമത്തേത്, സഭയിൽ നിന്നും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത അതിവിശുദ്ധന്മാരാണിതെന്ന് ചിലർ പറയുന്നു. യഹോവ സാക്ഷികൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. വചനത്തിൽ ഇതിന് തെളിവില്ല. സഭയിൽ വിശുദ്ധരും അതിവിശുദ്ധരും എന്ന രണ്ടു കൂട്ടർ ഉള്ളതായി വചനത്തിലെങ്ങും കാണുന്നില്ല. രണ്ടാമത്തേത്, ബ്രഹ്മചാരികളായി ജീവിച്ച അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്ത വിശുദ്ധന്മാരാണിതെന്ന് മറ്റൊരു കൂട്ടർ. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് അവരുടെ വാദം. കത്തോലിക്കരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. വിവാഹബന്ധം ഒരിക്കലും ഒരാളെ മലിനപ്പെടുത്തുന്നില്ല. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. വിവാഹത്തിലൂടെ ദൈവമാണ് സ്ത്രീയെയും പുരുഷനെയും യോജിപ്പിക്കുന്നത്. അത് വിശുദ്ധമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിഷയം സ്ത്രീകളോടുകൂടെ മലിനപ്പെടുക എന്നുള്ളതാണ്. ദൈവവ്യവസ്ഥ പ്രകാരമുള്ള വിവാഹബന്ധത്തിന് പുറത്ത് പരസ്ത്രീകളുമായി ബന്ധപ്പെട്ട് മാലിന്യപ്പെടാത്തവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ദുർനടപ്പെന്ന് ദൈവവചനം പറയുന്നു. അവർ നിത്യജീവനിൽ കടക്കയില്ല, ദൈവം അവരെ വിധിക്കും. എബ്രായർ 13:4. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നാം മനസ്സിലാക്കേണ്ടത് ദുർനടപ്പിൽ ഉൾപ്പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചവരാണ് ദൈവജനമെന്നാണ്. പുരുഷന്മാരെ കുറിച്ച് മാത്രമല്ല, സ്ത്രീകളെയും ഉൾപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ എല്ലാ കാര്യത്തിലും സ്ത്രീകളെ എടുത്തു പറയാറില്ല. ഉദാഹരണത്തിന് സഭാവിശ്വാസികളെല്ലാവരും ഒന്നിച്ച് വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇവിടെയെല്ലാം സ്ത്രീകളെ കുറിച്ച് ചേർത്താണല്ലോ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:5 അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടി നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും തൻ്റെ കാന്തയായ സഭയും തന്നെ അനുഗമിക്കുന്നു. വെളിപ്പാട് 7:17 പറയുന്നത് പോലെ കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറകളിലേക്ക് നടത്തുകയാണ്. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമാണ്. യാക്കോബ് 1:18 നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവേഷ്ടത്താൽ സത്യവചനത്താൽ ജനിപ്പിച്ച എല്ലാവരെയും ആദ്യഫലമായി ശേഖരിച്ചിരിക്കുന്ന ചിത്രമാണ് 1-ാം വാക്യത്തിൽ നാം കണ്ട 144,000 പേർ. വിളവിൻ്റെ ആദ്യഫലം ദൈവത്തിനുള്ളതാണെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കാം. പുറപ്പാട് 23:19 നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. 5-ാം വാക്യം പോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പോഷ്ക് സംസാരിക്കാത്തവരും പോഷ്ക് പ്രവർത്തിക്കാത്തവരുമാണ്. പോഷ്ക് പറയുന്നവർ സ്വർഗീയ നഗരത്തിൽ കടക്കയില്ല എന്ന് വചനം പറയുന്നു. വെളിപ്പാട് 22:15 നായ്ക്കളും ശുദ്ധർക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അവർ കളങ്കമില്ലാത്തവർ. 1 കൊരിന്ത്യർ 6:11 നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും
നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിനാലും അവരെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവർ ആരാണ്? ഇനി നമുക്ക് രണ്ടാം ഭാഗം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. 3 ദൂതന്മാർ 3 ദൂതുകൾ നൽകുന്നു. 6-ാം വാക്യം: വേറൊരു ദൂതൻ ആകാശത്തെ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായി സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. വേറൊരു ദൂതൻ അപ്പസ്തലന്റെ ദർശനങ്ങൾ കാണിക്കുകയും വിവരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൂതനല്ല, മറ്റൊരു ദൂതൻ ആകാശത്തെ പറന്ന് ഭൂവാസികളായി സകല മനുഷ്യർക്കുമുള്ള നിത്യസുവിശേഷത്തിന്റെ ദൂത് അറിയിക്കുകയാണ്. അതിങ്ങനെയായിരുന്നു. 7-ാം വാക്യം: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊരു പ്രതീകാത്മക ചിത്രമായിട്ടല്ലാതെ ആശ്ചര്യമായി എടുക്കേണ്ടതാണെന്ന് തോന്നുന്നില്ല. ആശ്ചര്യമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അന്ത്യകാലത്ത് ദൂതന്മാർ സുവിശേഷം അറിയിക്കുമെന്നാണ് അവർ പറയുന്നത്. ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്നുവെന്ന് വചനത്തിൽ പറയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിന് മുമ്പായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ. ഇവിടെ ദൂതൻ സുവിശേഷം അറിയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തന്റെ അത്ഭുത ശക്തിയാൽ ദൈവദാസന്മാരെ നിറച്ച് അവരെ കൊണ്ട് ഈ ദൂത് ലോകത്തെ അറിയിക്കും എന്നാണ്. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സകല ഭൂവാസികളും അധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായ ലോക നേതാവിനെ ദൈവമായി ആരാധിച്ചും സേവിച്ചും ന്യായവിധിക്കായി ഒരുക്കപ്പെടുന്ന സമയത്തും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തുശിഷ്യന്മാർ ഭൂലോകരോട് വിളിച്ചു പറയുകയാണ്: ദൈവത്തിൻ്റെ ന്യായവിധി അടുത്തിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് അവനെ ഭയപ്പെട്ട് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. അധാർമികനായ ഒരു കേവല മനുഷ്യനെയല്ല, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ സത്യദൈവത്തെ നമസ്കരിപ്പിൻ എന്ന് ദൂതൻ വിളിച്ചു പറയുന്ന ഈ ദൂതിനെ നിത്യസുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു ചില സുവിശേഷങ്ങൾ: ഒന്നാമത്തേത് കൃപയുടെ സുവിശേഷം, അപ്പോസ്തലപ്രവൃത്തി 20:24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും പ്രയോഗിക്കണം എന്നേ എനിക്കുള്ളൂ. രണ്ടാമത് രാജ്യത്തിൻ്റെ സുവിശേഷം, അപ്പോസ്തലപ്രവൃത്തി 20:25. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. മൂന്നാമത്തേത് തേജസ്സുള്ള സുവിശേഷം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇങ്ങനെ പല സുവിശേഷങ്ങളുണ്ടോ? ഒരു വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 14:15. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇതല്ലേ അന്ത്യകാലത്ത് അധർമ്മമൂർത്തിയെ നമസ്കരിക്കുന്ന ഭൂവാസികളോട് ദൂതൻ അറിയിക്കുന്ന സുവിശേഷം? കർത്താവും അപ്പോസ്തലന്മാരും വിളിച്ചു പറഞ്ഞതും ഇത് തന്നെയല്ലേ? മാനസാന്തരപ്പെട്ട് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവിനെന്ന്. 8-ാം വാക്യം: രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദൂതൻ വിളിച്ചു പറയുന്നത് സകല മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും പ്രതീകമായ മഹതിയാം ബാബിലോന്റെ പതനമാണ്. ഇത് സംഭവിക്കുന്നത് മൃഗത്തിൻ്റെ ഭരണശേഷം
എല്ലാം സംഭവിച്ചു കഴിയുന്നതോടെയാണ് അധർമ്മമൂർത്തിയുടെ ഭരണത്തിന് കീഴിൽ ലോകമനുഷ്യർ ലൈംഗികപരമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ സകലവിധ മ്ലേച്ഛതകളാലും തങ്ങളെ തന്നെ വഷളാക്കും. ലൈംഗിക അരാജകത്വം ഭൂമിയിൽ എല്ലായിടത്തും കുടികുറ്റി വാഴും. ഇങ്ങനെ തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ താമസമിന ദൈവക്രോധത്തിന് ഇരയാകാൻ പോകുന്നു. ഉറപ്പായും ഉടൻ നടക്കുവാൻ പോകുന്ന സംഭവം നടന്നു കഴിഞ്ഞതായിട്ട് പറയുകയാണ് ഇവിടെ. വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. മഹതിയാം ബാബിലോണെക്കുറിച്ചും അവളുടെ വീഴ്ചയെക്കുറിച്ചും 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാം. വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം ഭാഗം 9-ാം വാക്യം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ. മൂന്നാമത്തെ ദൂതന് അറിയിക്കുവാനുള്ളത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. അധർമ്മമൂർത്തിയുടെ കീഴിൽ ദൈവജനം പീഡിപ്പിക്കപ്പെടുന്ന സമയത്തും ന്യായവിധിയുടെ ദൂത് ഭൂമിയിൽ എല്ലായിടത്തും ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. 10-ാം വാക്യം. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം അവർ കുടിക്കേണ്ടി വരും. കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം, ദൈവക്രോധം പൂർണ്ണ ശക്തിയോടെ അനുഭവിക്കേണ്ടി വരുമെന്ന്. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവർ ആരെയാണോ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തത് അവർക്ക് മുമ്പിൽ അവർ നരകാഗ്നിയിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അവർക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിട്ടും സ്വീകരിക്കാതെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞ കുഞ്ഞാടിന്റെ മുമ്പിൽ അവർ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. 11-ാം വാക്യം. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. നിത്യദണ്ഡനം. രാവും പകലും ഒരു സ്വസ്ഥയും ഉണ്ടാകില്ല. അറുതിയില്ലാത്ത അനുഭവം. 12-ാം വാക്യം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് എവിടെ ആവശ്യം? മൃഗത്തെയും അവൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കുള്ള ന്യായവിധിയുടെ ദൂത് ലോകത്തെ അറിയിക്കുമ്പോൾ തന്നെ ദൈവകൽപ്പന അനുസരിച്ചും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തും സഹിഷ്ണുതയോടെ ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പോസ്തലന് സ്വർഗത്തിൽ നിന്നും പ്രത്യേകമായി ഒരു അരുളപ്പാട് ലഭിക്കുകയാണ്. എഴുതുക എന്ന കൽപ്പനയോടുകൂടി ആത്മാവാണ് പറയുന്നത്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അപ്പോസ്തലൻ അപ്പോൾ എഴുതിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ്. വീണ്ടും എഴുതുക എന്ന് കൽപ്പിക്കുന്നതിൽ നിന്നും പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. പറഞ്ഞത് ഇതാണ്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇന്നു മുതൽ ദൂതൻ ഈ ദൂത് അറിയിക്കുന്ന സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാൻ. ലോകം മുഴുവൻ അധർമ്മമൂർത്തിയായ മൃഗത്തിൻ്റെ ഭരണത്തിന് കീഴിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ എല്ലാ തിന്മകളും കൊടുകുത്തി വാഴുന്ന സമയം വിശുദ്ധന്മാർ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നു. ബന്ധുമിത്രാദികൾ പോലും തിരിഞ്ഞു നോക്കുവാനില്ല. ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം. ഏതു നിമിഷവും മരണത്തിന് ഇരയായിത്തീരാവുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്
ദൂതൻ വിളിച്ചു പറയുന്നത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന ദൂതന്മാർ ഭാഗ്യവാന്മാർ എന്ന്. കർത്താവിൽ മരിക്കുന്നവർ, കർത്താവിലായിരുന്ന മരിക്കുന്നവർ, അവർ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. എന്നാൽ അവർക്ക് അടുത്തിരിക്കുന്ന മരണത്തിങ്കൽ അധൈര്യപ്പെടാതെ അവർ കഴിക്കുന്ന എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തിയാണ് ഇവിടെ. അവർ കഴിക്കുന്ന പ്രയത്നങ്ങൾ വിശ്വാസത്തിൽ നിന്നും വീണുപോകാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ ഇഷ്ടരീതിയോടെ നിൽപ്പാൻ കഴിക്കുന്ന പോരാട്ടം. അവർ അതിനുവേണ്ടി കഴിക്കുന്ന പ്രയത്നം ഒന്നും വെറുതെ ആവില്ല. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അവരുടെ പ്രവൃത്തിയെല്ലാം അവരുടെ കൂടെ തന്നെ ദൈവസന്നിധിയിലെത്തും. അവിടെ ഒന്നും വിസ്മരിക്കപ്പെടുന്നില്ല. ന്യായവിധി ദിവസത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പിൽ അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കിട്ടും. വെളിപ്പാട് 22:12 കർത്താവ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ലോക സംഭവങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വളരെ ശക്തിയോടെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മുമ്പ് ലോകം മറ്റൊരുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നുള്ള വചനസത്യത്തെ നിഷേധിക്കാതെ നമ്മുടെ മുമ്പിൽ ആദ്യമേ വെളിപ്പെടാനിരിക്കുന്ന ആ മഹാവിപത്തിനെ സഹിഷ്ണുതയോടെ നേരിടുവാൻ തക്ക വിശ്വാസവും ശക്തിയും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.